Congratulations on golden visa. നമ്മുടെ സുബിനോളജിയുടെ ജെറ്റ് ടൂർ കിടക്കുന്നു. ജെറ്റ് ടൂർ. Let's go and വണ്ടി താഴ്ന്നു. സെറ്റപ്പ് കേട്ടോ. 1 2 3 4 5 6 വേണേ തിരിഞ്ഞു അയ്യോ. Hello ladies and gentlemen, welcome to Al-Shazam. കുറേ നാൾ ഏകദേശം ഒരു 1.5 മാസത്തിന് ശേഷം വീഡിയോയുമായി വരികയാണ്. ഞാൻ ദുബായിൽ തിരിച്ചെത്തി. ഇന്ന് എത്തിയതേ ഉള്ളൂ. ഇന്ന് എത്തിയ ഉടനെ തന്നെ നമ്മുടെ പിള്ളേരെയൊക്കെ ഒന്ന് പോയിട്ട് ഞെട്ടിക്കാൻ വെച്ചു. ബിക്കോസ് സുബിനോളജിക്കും നമ്മുടെ നൊമാഡിയനൊന്നും അറിയത്തില്ല ഞാൻ ഇന്ന് വരുന്നുണ്ടെന്ന്. അപ്പം വെറുതെ ഒന്ന് പോയി സർപ്രൈസ് ചെയ്യാം. പിന്നെ അവർക്ക് വേണ്ടി ഞാൻ ഒരു 3 ടീഷർട്ടും പിന്നെ ചക്ക വരട്ടിയത് മേടിച്ചിട്ടുണ്ട്. ചക്ക വറുത്തത്, സോറി. അപ്പൊ എന്തായാലും നമ്മുടെ യാസറിന് അറിയാം ഞാൻ വരുന്നുണ്ടെന്ന്. സോ അവന് മാത്രമേ അറിയാവൂ. പക്ഷെ അവൻ നമ്മളെയൊക്കെ ഞെട്ടിച്ചില്ല. ഒരു കിടിലൻ കാർ എടുത്ത് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഞെട്ടി നോക്കാം. അവൻ അതിലായിരിക്കും ചിലപ്പോൾ വരുന്നത്. എന്താണെങ്കിലും ലെറ്റ്സ് സീ. ഗൈസ്, യാസർ കാറുമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കാണിക്കണില്ല, ഞാൻ എഡിറ്ററിൻ്റെ അടുത്ത് പറഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ എഡിറ്ററെ കാറിൻ്റെ ഷോർട്സ് ഒന്ന് കാണിച്ചു കൊടുക്കണേ. ഓക്കെ. Таков нынче образ, матушка Русь, прости нас, дура, мы все проебали, весь космический мусор, за бугор ушел груз, Россия гремит, как и союз с кандалами. Хала хабиби! നീയുണ്ടാ? ഹായ് ഗൈസ്. ഹായ് ഗൈസ്. യാസർ is here. നീയുണ്ടാ? Yes, മെഹന്തി is also here. മെഹന്തിക്ക് ഞാൻ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. എനിക്ക് കൺഗ്രാറ്റുലേഷൻസ് ഓൺ ഗോൾഡൻ വിസ. ഗോൾഡൻ വിസ കിട്ടിയോ? ഭയങ്കര പഠിപ്പിച്ചാണെന്ന് ഇതിന്ന് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മൾ. കിട്ടാൻ വേണ്ടിയാണ് നമ്മള് പഠിച്ചത്. ഈ ഗോൾഡൻ വിസയ്ക്ക് വേണ്ടി പഠിച്ച് റാങ്ക് മേടിച്ചു. എത്ര കിട്ടിയത്? 95%. എന്തിനാ അങ്ങോട്ടില്ല കിട്ടൂല. ഇത് അത്ര വേണം ഗോൾഡൻ വിസയ്ക്ക്. അത് മാത്രം മേടിച്ചു. നമ്മള് പറയണം കുറെ ആളായിട്ട് അപ്ലൈ ചെയ്യണം, ഒരു കാര്യമില്ല. എന്തായാലും അത് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് എന്തെങ്കിലും വിളിക്കും. നമ്മളെ വിളിച്ച് അവര് കൊണ്ടുതരും. ചാത്തന്മാര് പെട്ടെന്ന് എത്തിക്കും. അപ്പൊ ആദ്യം ആരെ ഞെട്ടിക്കാം? ഓക്കെ. ഞാൻ സുബിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും വണ്ടി കിട്ടില്ല കേട്ടോ. നല്ല വണ്ടി, ജില്ല് വണ്ടി. ഇതാണ് ഡിഫൻഡർ അല്ലേ? ഞാൻ ഡിഫൻഡറിൽ ആദ്യം ഫസ്റ്റ് ടൈം. അപ്പൊ നമ്മൾ നേരെ സുബിന്റെ വീട്ടിലോട്ട് പോകുന്നു. ഗൈസ്, സുബിന്റെ വീട്ടിൽ നിങ്ങളെന്താ കഴിച്ച്? ഓ തൽക്കാലം നീ ഇതെടുത്ത് ഇവിടെ ഇട്ടിരുന്നേ. വറുത്തത് ഇഷ്ടമാണോ? അല്ലല്ല, ഇത് ഉമ്മ എവിടുന്നോ മേടിക്കണേ. സൂപ്പർ സാധനമാണ്, ഒരു രക്ഷയില്ല. എടാ ഒന്നും തോന്നല്ലോ. അല്ല ഞാൻ ആണോ? ഓ അത് നന്നായി. അല്ല ഞാൻ എന്റെ തലയിൽ പോയില്ല. ആണോ? ഓക്കെ, നിന്റെ അഭിപ്രായം പറ. ഓക്കെ, നീ നോക്കല്ലേ? ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ? എനിക്ക് നോക്കാൻ പറ്റില്ലേ? അത് നീ പിന്നെ നോക്കിയാ മതി. ആണല്ലേ? ഓക്കെ. വേണേ തിരിഞ്ഞു നോക്കിയോ? ടീഷർട്ടാ സൂപ്പർ അല്ലേ? ഫ്രെയിം ചെയ്തോക്കാം. അല്ല ഇത്രയും നല്ല സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുകഴിഞ്ഞാൽ ഇതിന് അന്ന് മാച്ച് ചെയ്യാം. R34, R35. പിന്നെ ഏതോ പോർഷയോ എന്തോ ആണ് അല്ലേ? ഇത് പോർഷ അല്ലേ? ഇത് രണ്ടും നിസാൻ തന്നെ. ഇത് സി ആണ് മറ്റേ. ഇത് GT, ഇത് സി ആണ് മറ്റേ. ആണോ? സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. അണ്ടർഗ്രൗണ്ട്. നമ്മൾ കാറപ്പോ എത്തും. ഏത് കാറ്? GTR സമയം എടുക്കുമായിരിക്കും. ആണോ? ഷിപ്പിംഗ് ഇല്ലല്ലോ. ഓ യുദ്ധക്ക് നിന്നിട്ട് വേണം ആ വണ്ടി ഇട്ടിട്ട് നമുക്കൊരു ഷൂട്ട് ചെയ്താലേ? എന്താ പറയാ, നമുക്ക് ട്രാക്കി കൊണ്ടുപോകും. ഞാൻ പറഞ്ഞതേ, നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റൈലിസ്റ്റിനെ ഒക്കെ ഹയർ ചെയ്തിട്ട് ഫോട്ടോഷൂട്ട് 4 പേരും കൂടെ നമ്മളത് പ്ലാൻ ചെയ്യുന്നില്ലേ? അതൊക്കെ ഇനി വഴിയേ വരും. സൂട്ട് ഇട്ടിട്ട് നമുക്ക് ഡിന്നറിന് പോകണ പരിപാടി അത് ചെയ്യണം. പക്ഷെ ഏത് കടയിൽ പോകുന്നതാണ്? എനിക്ക് മറ്റേ ട്രൈ ചെയ്യണം. 3 ബ്രദേഴ്സ് ബർഗർ ഭയങ്കര ട്രെൻഡിങ് ആ ഇപ്പം. 3 ബ്രോസ് ഭയങ്കര അഭിപ്രായം. മറ്റേ ഏതോ ഒരുത്തൻ വുഡ് ഫയറിനെയും കാട്ടിലും ടോപ്പ് റേറ്റ് ചെയ്തേക്കുന്നത് ആ ബർഗറാണ്. 3 ബ്രോസ്. പിന്നെ ഒരുത്തൻ ഫിഷ് ബർഗറടാ. മറ്റേ ഇട്ടേക്കണ സായിപ്പില്ല, ജസ്റ്റ് ദുബായ്. അവ ഇട്ടേക്കണ ഒരു
പക്ഷെ ഇത് കൊള്ളാം കേട്ടോ, കണ്ടിട്ടൊക്കെ കൊള്ളാം. ഹമൂർ ഫിഷിന്റെ ഫില്ലയൊക്കെ വെച്ചിട്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞൊരു ബർഗർ. അത് എവിടെയോ ഇത് വെച്ചിട്ടാണ് നമ്മളെ ക്യാവിയർ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ എന്തോ സാധനം. എടാ അതൊന്നും കഴിച്ചാൽ എടി സോറി കേട്ടാ, നിനക്കുള്ള ഞാൻ അടുത്ത പള്ളി പെരുന്നാളിന് വെച്ചില്ല. ചക്കപ്പരി അല്ല അത് ചുമ്മാ ഞാൻ സെറ്റിംഗ് ഗൈസ്. അങ്ങനെ സുബിനോളജിയുടെ വീടെത്തിയിരിക്കുകയാണ്. സുബിനോളജി ഉണ്ടോ വീട്ടില്? സുബിനോളജി ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. എന്താണെങ്കിലും ലെറ്റ്സ് ഗോ ആൻഡ് വണ്ടി താഴ്ന്നു. ഗൈസ് വണ്ടി രക്ഷയില്ല കേട്ടോ. ഇതാണ് ഇന്റീരിയർ ഡിഫൻഡറിന്റെ. ഓക്കെ, ഇത് AC മറ്റേ സാധനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണത്. അതിനകത്ത് ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. നമുക്ക് സീറ്റ് ചൂടാക്കാൻ തണുപ്പിക്കാൻ ക്ലൈമറ്റ് ഇങ്ങനെ കൺട്രോൾ ചെയ്യാം. പിന്നെ ഇത് എയർ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് വലിയൊരു സംഭവം. എയർ പ്യൂരിഫയർ. ഓ നൈസ്. CO2 അയൺ കാര്യങ്ങളൊക്കെ വെച്ച് പൊളി. കുറെ ഉണ്ട് കേട്ടോ, എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല. ഇത് മറ്റേത് ലിവർ. ഇവിടെ നിനക്ക് സാധനങ്ങളൊക്കെ വെക്കാം. ഇവിടെയും എവിടെ എന്തെങ്കിലുമൊക്കെ വെക്കാം. ലൈറ്റ് നല്ല രസമുണ്ട് കേട്ടോ. കിട്ടില്ല ഇന്റീരിയർ, കിട്ടില്ല വണ്ടി, കിട്ടില്ല. പൊളി പൊളി. പിന്നെ കൂട്ടത്തിൽ ഒരു ഡിഫൻഡറായി നമ്മളെ സുബിനോളജിയുടെ ജെറ്റൂർ കിടക്കുന്നു. ജെറ്റൂർ ലോങ് ട്രിപ്പ് പോകാൻ വണ്ടികളെ. അതെ, സൂപ്പർ വണ്ടി. ഇത് നീ ഇത് ചെയ്തല്ലേ? ബ്ലാക്ക് സിൽവർ ആയിരുന്നു. എന്നുണ്ടടി വണ്ടി? നീ ഓടിച്ച് നോക്കിയാ? കുതിച്ചു പായാണ്. വെരി നൈസ്. സുബിനോളജിയുടെ മറ്റേ വണ്ടി കാണാനല്ലോ ഇവിടെ. അങ്ങനെ ഇവിടെ ഉണ്ടാ? BMW ഇല്ല. സുബിനോളജി ഹായ്. ഇന്ന് My God! Congratulations for golden visa. Wow. ചെരുപ്പ് കണ്ട പൂക്കി പൂക്കി. നോക്കിയേ. ഹായ് റാനിയ. ഗോൾഡൻ വിസ എസ്കേപ്പ് ഇവിടെ ഉണ്ടോ? ഞങ്ങളൊരു ഷൂട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. എന്തില്ല? വാൾപേപ്പറും ഇതൊക്കെ മാറ്റിയിരുന്നു. അപ്പൊ അതിന്റെ ഷൂട്ട് എടുത്തോണ്ടിരിക്കുക. ഓ വെൽക്കം ടു അൽഷ സാർ. സർപ്രൈസ് ആയിരുന്നു. അതിനാണ് വന്നത്. ഹായ് മാ, നാട്ടിന്ന് വന്നല്ലേ. ഇത് ഞാൻ എന്റെ വക. നിങ്ങളൊരു സ്റ്റൈൽ ഇതുപോലത്തതായതുകൊണ്ട് കറക്റ്റ് നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ളൊരു ഇതേപോലത്തെ സാധനങ്ങൾ. കൊള്ളാം കേട്ടോ, നല്ല രസമാണ്. സുഖമില്ലേ ഇട്ടോണ്ടടക്കെ? കോണ്ടന്റ് ക്രിയേറ്റർ നാട് മഴ, കൊലമഴ. എനിക്കൊരു മഴയും കിട്ടിയില്ല. ഞാൻ ചൂട് പോയി. ഞാൻ വന്നപ്പോ മഴ പെയ്തതാണ്. ഞാൻ ചൂട് പോയപ്പോ തിരിച്ചിവിടെ ചൂടത്തോട്ട് വന്നു. നല്ല ചൂട്. ഡൽഹിയിലെ ചൂടൊന്നും. ഡൽഹിയിലെ ചൂട് ഈ ലോകത്ത് ഒരിടത്ത് നിങ്ങളുടെ നാട്ടിലേക്ക് പോയപ്പോ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ യുദ്ധം തുടങ്ങി. പിന്നെ തുടങ്ങി. എന്തൊരവസ്ഥയാണ് ഇത്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നോക്കാം. വരുന്നിടത്ത് വെച്ച് കാണാം. ഇനി മറ്റേ മൊബൈലൊക്കെ മെഷീനിൽ പോയി കാണണം. ഗൈസ് സുബിനോളജി വീട് ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയും മറ്റേ ഒട്ടിക്കോ? ഇതേപോലെയാണോ? ടീല് ചെന്തടാ സ്റ്റാൻലി കപ്പ. ഇത് അവന്റെ ആണല്ലോ. അവ ഇല്ലേ ഇവിടെ? അത് ഇവിടെയാണോ മദ്രസ? ഓ ഓൺലൈൻ മദ്രസേ. ഞാൻ എന്തായാലും ഫുൾ വീട് ഇതിൽ കാണിക്കും. ഹായ്. ഇത് റാനിയുടെ സ്റ്റുഡിയോയാ? യൂട്യൂബ് എന്തോന്ന് നിനക്ക് ഇവിടെ വീഡിയോ ചെയ്തൂടെ? എന്റെ മോനെ ഒരൊറ്റ ലൈറ്റ് ഒരു ക്യാമറയും മതി. ഇത് നോക്കിയത് എന്താ? എന്തോന്ന് ഇത്? എന്തോന്ന് യൂട്യൂബ് സ്റ്റുഡിയോ ഇല്ലാതെ യൂട്യൂബ് സ്റ്റുഡിയോ വെച്ചോണ്ടിരിക്കുന്ന റാനിയ? ഇല്ല ഇവിടെ എന്തോന്ന് ഫ്രെയിമാണോ ഇത്? പക്ഷെ റാനിയ ചെയ്യണം കേട്ടോ, അല്ലാതെ നമ്മളൊക്കെ അല്ല. ഇതെന്തിനാ ഇങ്ങനെ ചെയ്തേക്കുന്നത്? സ്റ്റുഡിയോ അല്ല, ഇവിടെ കിടിലം ഫ്രെയിം കേട്ടോ. നൈസ്, ഐ ലൈക്ക് ഇറ്റ്. നിങ്ങൾ ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. 10 കൊല്ലമായിട്ടാ. ഇവിടെ നല്ല പൊക്കമുള്ള റൂം ഇതാണല്ലേ മണിയറയത്. ഇതാണ് നിങ്ങളെ ഒരു പുതിയ വാള്? ഓ ഇത് മറ്റേ തന്നെ ഓട്ടോമാറ്റിക്. ഇത് സെറ്റപ്പ് കേട്ടോ. എടാ നിന്റെ സെയിം ഷർട്ടിന്റെ അതേ കളർ.
അല്ലല്ല ഇത് കുറച്ച് ഡാർക്കാണ്. കൊള്ളാം, നല്ല വാൾ. ആ കൊള്ളാം. ഒരു നൊമാഡി എൻ്റെ ഉണ്ടല്ലോ. ടൈമർ വെക്കാം, രാവിലെ 7 മണിയായി ഓഫ് ഓണാവും. ഇത് എത്ര രൂപ അവിടെ സെറ്റ് ചെയ്യാൻ? ഇത് കോളാമ്പി കിട്ടിയത് ഇവർക്ക്. എടേ എനിക്കും വേണം. എന്റെ ഫ്ലാറ്റ് ചെയ്യാൻ. പക്ഷെ അവിടെ തന്നെ കുറെ നാൾ താമസിക്കേണ്ടി വരുമല്ലേ? ഇത് പൊളിച്ചെടുത്തോണ്ട് പോകാൻ പറ്റൂലല്ലേ? പക്ഷെ സൈസ് ചിലപ്പോ വ്യത്യാസം വരും. അടുത്ത് പോകുന്ന സ്ഥലത്ത് ഈ സൈസ് ആയിരിക്കില്ല ചിലപ്പോ, അങ്ങനത്തെ പ്രശ്നം വരാം. പക്ഷെ എന്റെ ഒത്തിരി ഭയങ്കര ലോങ് ആണ്. നോക്കാം. എടാ ഇത് നീ പോയ സ്ഥലം ഇവിടെ? ഇത് ശരിക്കും പറഞ്ഞാല് രണ്ടും ഇവിടെ പോയ സ്ഥലം തന്നെയാ. എവിടെ? എത്ര? 1 2 3 4 5 6 7 8 9 10 11 12 13. ഇത് എടേ റിപ്പീറ്റില്ലല്ലേ? ഇതാര്? അതെന്റെയാ. ഞാൻ ഇത്ര സുബിന്റെ ആണോ? ഇതില് മറ്റേ റിപ്പീറ്റേഷൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 27 രാജ്യം. അതല്ലാതെ ഖത്തർ, ഒമാൻ, ദുബായ്, സൗദിയിലും ഇന്ത്യ. ഉണ്ടല്ലോ. ഇന്ത്യയുടെ സോനിയർ ഇല്ലാതെ എന്നാലും ഒരെണ്ണ. പിന്നെ കേരളത്തിൽ പോയത് നമ്മൾ ഇനി അങ്ങോട്ട് അടുത്തത്? ഇനി അടുത്ത അങ്ങോട്ടാ? പിന്നെ നമ്മളെ കേരളം അത് ഓക്കെ. ശരിക്കും യൂറോപ്പ് പ്ലാൻ ഉണ്ട്, പക്ഷെ ഇപ്പം ഇത് വിസ കിട്ടുന്നില്ല. കിട്ടുന്നില്ലേ? ഇല്ല, വിസ ഇല്ല. വേണ്ടടി, യൂറോപ്പ് വേണ്ട, ചൈന കിട്ടുന്നില്ല. നിങ്ങൾ കുറെ നാളായിട്ട് പോവേണല്ലേ? ഈ മാസം എവിടെയെങ്കിലും പോകും. ഞാൻ ഇറ്റലി, ചൈനയില്ല, ഷങ്കായ് അവിടെ പോയ ശങ്കം പറ്റും. ചെല്ലപ്പം ഉറപ്പില്ല, ചെല്ലപ്പം 31-ാം തീയതി ആർസണലിന്റെ പരേഡിന് ചിലപ്പോ പോകും. ലണ്ടൻ കാശിനെ കിഴപ്പാ, കുഴപ്പമില്ല. കപ്പടിക്കുന്ന പരേഡാ. പരേഡിനൊക്കെ പോണം, മാച്ച് കാണാൻ കലാശം. ഞാൻ ഒറ്റയ്ക്ക് പോന്നെ. നീ എവിടെ? അത് പരേഡിന് ഉണ്ടെങ്കിൽ നോക്കാം, ട്രൈ എവിടെ പോളോ? ഒരു സ്റ്റുഡിയോ തുറന്നു വെച്ചിട്ട് ഒരു വീഡിയോ പോലും ഇടണില്ല. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ഞാൻ ആലോചിക്കണേ, നമുക്കൊക്കെ വല്ല സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യണേ റാനിയെ വിളിച്ചാൽ മതി. ആണുങ്ങൾക്ക് ചെയ്യൂ. ഇവിടെ എന്ത് രസമായിട്ട് ചെയ്ത് വെച്ചിങ്ങനെ. എന്റെ കിളി പറഞ്ഞ കേസ്, ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇങ്ങനെ ഒരു ഹിഡൻ ടാലന്റ് ഉള്ള കേസ് ഞാൻ അറിഞ്ഞില്ല. ഗൈസ്, അങ്ങ് വിദൂരതയിൽ സിക്രാൻ നിൽക്കുന്നു. സിക്രാനെ വേണം ചോദിക്കട്ടെ. ഗൈസ്, സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാ. സുബിന്റെ സ്വന്തം സ്വിമ്മിംഗ് പൂളാണ് വീട്ടിലെ. സ്വിമ്മിംഗ് പൂളുള്ള വീടാ. വാടാ, ഇവിടെ വേണം. ഇന്നലെ അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. എടാ, ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു. അയ്യോ, നിന്റെന്റെ ഹാപ്പി ബർത്ത്ഡേടാ, ബിലേറ്റഡ്. എവിടെ കേക്ക്? എവിടെ? എത്ര വയസ്സായി? 20 25 29? എത്ര വലിയായി? ഇതെന്തോ സാധനം? നിന്റെന്റോയാ? അത് പോട്ട് തോൽക്കട്ട്. നിന്റെന്റോ സ്വിച്ച് ലൈറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. എന്റെ അച്ഛൻ കുറെ കാശുണ്ടാക്കണം. വെറുതെ ആർസണലിന്റെ എന്തൊരു പരിപാടിക്കൊക്കെ പോകണമെന്ന്. കുറച്ചും കൂടെ ഹെവി സാധനം ചോദിക്കത്തുണ്ടായിരുന്നു. പരേഡിന് പോകണമെന്ന്. നീ അറിഞ്ഞായിരുന്നത്? എടാ, നിനക്ക് പരേഡ് എന്തെങ്കിലും അറിയോ? അവൻ പോയി ബാർസലോണ. എടാ, നിന്റെ ഏതാ ഫേവറേറ്റ് ഫുട്ബോൾ ടീം ഏതാ? ആശാനാ? ഏതാ ആശാൻ? ഓ, ആർസണല്. നിങ്ങളല്ലേ തല വെച്ചു കൊടുത്തത്? അത്രേ ഉള്ളൂ. ഒരു ടീം അറിയാത്തവനാ. എന്ത് കഷ്ടം. എടാ, സ്വന്തമായിട്ടൊരു ടീം വേണം. സോക്കർ ഇടുന്നു പറയും. നീ പൊയ്ക്കോടാ. ഞാൻ ഒന്നും ചോദിച്ചില്ല. സോറി. ഏത്? പോർച്ചുഗലാ? ആ, ഓക്കെ. റൊണാൾഡോ പോർച്ചുഗൽ ടീമാണ് കേട്ടോ. രാജ്യങ്ങൾ മാത്രമല്ല കേട്ടോ അതിനകത്ത്. കൊച്ചി, മൈസൂർ. അവര് കണ്ട ഫോട്ടോ വെച്ച് 2 വട്ടം പോയിട്ടുണ്ട് മൈസൂർ. ഗൈസ്, ഇതാണ് നമ്മുടെ റാണിയുടെ ഫാദറും മദറും പോയ സ്ഥലങ്ങൾ. ജർമ്മനിയിലായിരിക്കും. റോമ, ബൂഡാപെസ്റ്റ്, എപ്സ്റ്റീൻ ഐലൻഡ്, ബാർക്കയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നിനക്ക് എന്തോടാ ഇഷ്ടം? വാട്ട് യു ലൈക്ക്? നിനക്ക് എന്താ ഇഷ്ടം? അതല്ലാതെ ഗെയിമിങ്ങും അല്ലാതെ വേറെന്താ? പിയാനോയാ? ഓ, വലിയ പിയാനോക്കാരനാണ്.
ഓ പിയാനോ സാരീക അതെനിക്കും അറിയാം. ഷേ ഇതെപ്പോ പഠിച്ച്? അങ്ങനെ നമ്മൾ തിരിച്ചിരിക്കുകയാണ്. ജെറ്റോറും ഡിഫൻഡറിലും നമ്മൾ തിരിച്ചിരിക്കുകയാണ്. ഹലോ ഗൈസ്, നൊമാഡിയനെ കാണാനായിട്ട് ഇനി G700 മേടിക്കേണ്ടി വരും. അതെ, ഫുൾ ഒരു വണ്ടിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നൊമാഡിയനെ ഇനി കയറ്റാൻ പറ്റൂല, അത്രേ ഉള്ളൂ. നൊമാഡിയൻ മൊബൈലിൽ തന്നെയല്ലേ പ്രശ്നം? അതെ, മൊബൈലിലായതുകൊണ്ട് അവനെ കയറ്റാൻ പറ്റൂല. പക്ഷെ നമ്മളെല്ലാരും ഒരൊറ്റ വണ്ടിയിൽ അങ്ങ് പോവുകയാണ്. സോ യാ, ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. എന്റെ സംശയം ഇത് ഷെസം നാട്ടിൽ നിന്ന് വന്നാണോ അല്ലെങ്കിൽ നൊമാഡിനാണോ നാട്ടിൽ നിന്ന് വന്നതെന്നാ? എന്താ? അവനല്ലേ കാണാൻ ഓ അങ്ങനെ അല്ല, റൈറ്റ്. അല്ല, പമ്പി കാരണം. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ടൂഡായാലും ഫുൾ ഡിജിറ്റൽ അല്ലേ? എനിക്ക് പറ്റിയ ഇഷ്ടം. ആദ്യമായിട്ട് ഡിജിറ്റൽ മെർസിഡീസ് ബെൻസിലല്ലേ വന്ന? അറിയില്ല, ഞാൻ വണ്ടിനെ പറ്റി അത്ര നോളജ് എനിക്കില്ല. ഇല്ലേ, ബെൻസിലല്ലേ ആദ്യം വന്ന ഡിജിറ്റൽ സ്പീഡോമീറ്റർ? മെർസിഡീസോ ഏതോ അല്ലേ, എസ് ക്ലാസ്സില്. ഞാനൊക്കെ ദുബായില് പഠിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് മാപ്പ് ആയിരിക്കും. ഇത് കൊള്ളല്ലേ, മേലെ കിലോമീറ്ററും കാര്യങ്ങളും. നൈസ്, നല്ല രസമുണ്ട് കേട്ടോ. വേറെ നല്ല ഉണ്ടല്ലോ. ഗൈസ്, ഇത് തന്നെ ബ്രേക്ക് ചവിട്ടും, നമ്മൾ ലൈൻ മാറിപ്പോയാൽ തിരിച്ചെടുക്കും. ഇതാണ് ഇഷ്ടം, ലൈൻ അസിസ്റ്റൻസ്. ലൈൻ അസിസ്റ്റൻസ് കറക്റ്റ് കാണിക്കും. വണ്ടിയെ ആ സെറ്റിംഗ്സ് ഞാൻ 16 ഒടുക്കത്തെ പവറും കേട്ടോ, ചവിട്ടിയൊക്കെ പറക്കുകയാണ്. ശരിയായി വരുന്നുള്ളൂ. സ്റ്റിൽ എക്സ്പ്ലോറിംഗ്. ഗൈസ്, യാസന്റെ ഗാനമേള നടക്കുകയാണ്. ഓക്കെ നമ്മളെ പോലെ തന്നെ കേട്ടോ. എനിക്കോടെ എന്റെ ലൈഫിൽ ആകെ ലിറിക്സ് അങ്ങനെ അറിയാമെന്ന് പാടുന്നത് കാർത്തി മാത്രം. മലയാള പാട്ടല്ലേ? ഇതപ്പോ ഹിന്ദി. ഇതൊന്ന് മാറ്റി ലിറിക്സിന്റെ പേജ് ആക്കണം. വെൽക്കം ടു ഷാർജ. എന്തായാലും നല്ല ചൂട് തുടങ്ങി കേട്ടാ. ശങ്കർ മഹാദേവ് പനി പിടിച്ചത് ആര്? പനി ചൂട് പനി. സിയാസറിന്റെ താവളമായ B60 നമ്മൾ വന്നിരിക്കുകയാണ്. പുതിയ ബർഗർ കഴിക്കാലടാ. എന്താണ് ടിക്കിളാ? അതിൽ പിക്കിളുണ്ടോ? അതുകൊണ്ടാണ് ടിക്കിളിന് പേരിട്ട? അല്ല, അതിലെല്ലാ ഫ്ലേവേഴ്സും ഉണ്ട്. പുളി എല്ലാ സാധനവും. പുതിയ ബർഗർ എന്നോട്ട് വരണ്ട? നാളെ മറ്റന്നാളോ? നിങ്ങൾ കഴിച്ചായിരുന്ന? കമാൻ. അപ്പോ അവന്റെ ഐസ്ക്രീം വന്നിട്ടുണ്ട്. നമ്മള് അത് കഴിക്കാൻ നിൽക്കുന്നു. ആ സമയത്ത് നൊമാഡിയൻ ഇങ്ങോട്ട് വിളിക്കുകയാണ് കേട്ടോ. അവൻ അറിഞ്ഞൂടാ ഞാൻ പറഞ്ഞ കേസ്. അപ്പൊ അവനുള്ള ചക്ക വറുത്തതും ടീഷർട്ടും സുബിന്റെ വീട്ടിലായി പോയി ഗൈസ്. സുബിൻ കൊടുത്തു. അപ്പോ ലെറ്റ്സ് ഈറ്റ് ഗൈസ്. ചായ കുടിക്കാനായി സമ്പത്ത് എന്ന് പറഞ്ഞ കടയിൽ വന്നിരിക്കുകയാണ്. ഞാൻ ചായ കൂടി നിർത്തി ഗൈസ്. അത് നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കംപ്ലീറ്റ്ലി മിൽക്ക് ടീ നിർത്തിയിരിക്കുകയാണ്. ലാക്ടോസ് ഇൻടോളറൻസ് ആയതുകൊണ്ട് ഞാൻ നിർത്തി. വല്ലാത്തൊരവസ്ഥയാണ് എനിക്കറിയാം. പക്ഷെ എന്തിരിക്കേ, പോട്ടെ, സാരമില്ല. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാധനം നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, നമ്മുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ. സോ ഇറ്റ്സ് ഓക്കെ. എനിക്കൊരു ലൈം ടീ, ലെസ് മീഡിയം ഷുഗറേ. ഹൈ ഗൈസ്, അങ്ങനെ B60 വന്ന് ചായ കുടിക്കാൻ നമ്മൾ അതൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളും ചായ വാങ്ങിച്ചുകൊണ്ടൊന്നും ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ നോക്കണ്ട. അവ എടുത്തിട്ട് വേറി എല്ലാവരും ചായ കുടിക്കുക. അല്ല, ഞാൻ പറഞ്ഞതേ, ഈ ഫ്രീഡം നമുക്കേ ഉള്ളൂ. ഈ ഫ്രീഡം നമുക്കേ ഉള്ളൂ. ആരും കൂടെ ചായ കുടിക്കരുത്. ഇതാണോ ബർഗർ? ഇതാണ് സാധനം. ഇതാണ് ടിക്കിൾ. ഈ കാണുന്നതാണ്. ഓ, തലതിരിച്ച ബൺ കൊള്ളാലോ ഐറ്റം. വാവ്, ഞാൻ ആദ്യം കഴിക്കാം. നിങ്ങൾ കഴിച്ചെന്നോ? അല്ലേ, ഇത് ഹെവി ആട്ടോ. ഓ അമ്മോ, ഇതെന്തോ കേട്. മോനെ, ഇത് ഹലപ്പിനോ സ്മാഷ് ചെയ്ത് ഫ്രഷ് ഹലപ്പിനോ ഓരോ ഫ്ലേവർ. ആ ക്രിസ്പിനെസ് ഉണ്ട്. ഫ്രഷ് ബെറീസ് വെച്ച് ഉണ്ടാക്കുന്ന ജാമ.
ബൂത്തിലേക്ക് പോകാം. ഇതാണ് നമ്മള് ഞാൻ പറഞ്ഞ സാധു ഫുഡ് കഴിച്ചിരുന്നു. അവർ പിക്കൻ ജാം യൂസ് ചെയ്തിട്ടാണ് അവർ ബർഗർ സിഗ്നേച്ചർ ബർഗർ ജാമം ഉണ്ടാക്കിയത് വെറി കിടിലം. എല്ലാ ഫ്ലേവറുണ്ട്. നീ കഴിച്ചായിരുന്നോ? എല്ലാ ദിവസവും ഞാൻ എന്ത് ചോദ്യമാണ് ചോദിച്ചത്? എല്ലാ ദിവസവും പിക്കിൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു തീർത്ഥാടകയെ ടീക്കിളാ വീക്കിളാ എന്തിനാണെങ്കിലും കൊള്ളാം. രക്ഷയില്ലാട്ടോ. കിടിലം. This is coming soon to Beach City. ഇല്ല, ആ എരിയും അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് സ്വീറ്റ്നെസ്സും മാംഗോസ് അടിപൊളി. അതിൻ്റെ കൂടെ അവൻ വറുത്ത ഉള്ളി എന്തോ ഇട്ടേക്കും, അതിന്റെ ക്രഞ്ചിനെസ്സും ഇതിലും കേട്ടാ. വറുത്ത ഉള്ളിയാണെന്നോ നൈസ് നൈസ്. ഈ വറുത്ത ഉള്ളിയുടെ ക്രിസ്പിനെസ്. ഓ ഫ്രൈഡ് ആണിയൻസ്. ഞാൻ തിന്നേറില്ല. മസ്റ്റ് ട്രൈ. നമ്മൾ കൂട്ടുകാരനായിട്ട് പറയല്ല, പോലെ കഴിവാണ് ചെറിയ. ഫസ്റ്റ് ട്രൈ. സമ്പത്ത് പോയി ചായ വാങ്ങുക, ഇവിടുന്ന് ബർഗർ കഴിക്കുക. അതും ഇങ്ങോട്ട് വരരുത്. ഇവൻ പലതും പറയും. ഗൈസ് നൊമാഡിയൻ വന്നു. ഗൈസ് നൊമാഡിയൻ ഹലോ ഇവിടെ തിരിച്ച് ഇങ്ങോട്ട് നോക്കുന്നില്ല. കടലുള്ളിക്ക് ഓടി വരുന്നത്. ഹലോ ഞാൻ വന്നു സർപ്രൈസ്. നിങ്ങളൊരു ഷൂട്ട് ഉണ്ടെന്ന്. സർപ്രൈസ്. അതല്ലേ വന്ന ഷൂട്ട്. സംഭവം ഞാൻ നോക്കി ഓടുന്നടാ. അപ്പൊ എനിക്ക് ഡൗട്ടിന് ആരും അല്ല ഞാൻ വിചാരിച്ചിട്ട് ചിലപ്പം എനിക്കറിയാമായിരുന്നു എന്നൊക്കെ നീ ചോദിക്കും. ഞാൻ കണ്ടില്ല, ഞാൻ ഞെട്ടി തരുത്താന് സർപ്രൈസ് ആയിരുന്നു. പക്ഷെ ഇവിടെ കണ്ട് ഇയാൾ ഓടി വരുന്നത്. ഓടിയത് എന്റെ മനസ്സിൽ എക്സൈറ്റഡ് ആണ് ഇവന്റെ കണ്ടന്റ് ഷൂട്ട് ചെയ്യാൻ. ഞാൻ ഇത് മൊത്തം പ്ലാനിങ്. ഹായ് ഗായ്സ്, ഹൗ ആർ യു? ഫ്ലൈറ്റില് അത് ഞാൻ ചുമ്മാ പറഞ്ഞ നമ്മളതല്ലേ നേരത്തെ വന്ന് ഞെട്ടിക്കണം എന്ന് പറയണ പരിപാടി. മനസ്സിലായില്ലേ? ആ അങ്ങനെ അറിയാം. എനിക്ക് ഞാനിവിടെ വാൾപേപ്പറിന്റെ ഷൂട്ടിംഗ് ചെയ്യുന്ന സിനാനെ കൊണ്ട് അപ്പൊ പുള്ളി കയറി വന്നു പൂക്കി ഞാൻ ഞെട്ടി. ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടി. മനസ്സിലാവുന്നില്ല. ഞാൻ ഞെട്ടിയാനിപ്പോ സംഭവിക്കുന്നത് ഞാൻ നിങ്ങളെ വിളിക്കുന്നില്ല കുറച്ച് മുന്നേ. ഞാൻ ഓൺ ദ വേ ആയിരുന്നു. ഞാനാണ് കുറച്ച് ഡോർ തുറക്കാനും പോയി. ആ കറക്റ്റ് ഞാൻ അവിടെ വെറൈറ്റി ഫുഡ് ഷൂട്ട് ചെയ്യാൻ പോയതാ. അപ്പൊ ഇവൻ പറഞ്ഞു ഇടാൻ പോയി ഷൂട്ട് ചെയ്യാൻ. അപ്പൊ ഞാൻ ഓടി വന്നതാ ടിക്കിൾ ഷൂട്ട് ചെയ്യാൻ. കാരണം നമുക്ക് ടിക്കിൾ കഴിഞ്ഞ ടിക്കിൾ രക്ഷയില്ല. ആണോ വെടിച്ചില്ലേ? വെൽക്കം ടു അൽഷസ. എങ്ങനെയുണ്ട്? സുഖല്ലേ? നീയാണ് ഉണ്ടാക്കണേ? സൂപ്പർ കേട്ടോ. ആ നല്ല ഒണിയൻ, ഫ്രൈഡ് ഒണിയൻസിന്റെ ക്രഞ്ചിനെസ്സും സ്പൈസിയും സ്വീറ്റും എല്ലാം കൂടെ ഉള്ള ഒരു കിടിലൻ കോമ്പിനേഷൻ. ഓ ഷുഗർ കട്ട് നല്ലപോലെ കാണുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് കഴിക്കുന്നത്. ഓടാൻ വഴിയില്ലല്ലോ. മൈക്കിൾ ജാക്സന്റെ കേസ് ഞാൻ നിന്റെ കൂടെ. നീ ഇഷ്ടപ്പെട്ടില്ലേ? നമ്മളെല്ലാരും ഒരു ടീമാ. അവരൊക്കെയാ, ഇവര് രണ്ടുപേരാ. പറഞ്ഞോ? എനിക്ക് ബാക്ക് സ്റ്റോറി അറിയില്ല. അപ്പൊ ബാക്ക് സ്റ്റോറി അറിയാത്തോണ്ട് അത് കാണുമ്പോ ഇറ്റ് ഫീൽസ് വെരി ഇൻകംപ്ലീറ്റ്. അല്ല ഇൻകംപ്ലീറ്റ്, ഇത് തന്നെ കംപ്ലീറ്റ് തന്നെയാ. ദിസ് ഇസ് കറക്റ്റ്. അതായത് ഹി ഡിഡ്ന്റ് ഹാഡ് എ ഗുഡ് ചൈൽഡ്ഹുഡ്. ദാറ്റ് ഈസ് ദ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു എല്ലാം കാണിക്കാൻ പറ്റില്ല. അല്ല ഒന്ന് അയാളെ ബയോപിക്ക് അയാൾ എങ്ങനെ ആ ഒരു ലെവൽ എത്തി എന്നുള്ള. അവളോടെ ഉണ്ടോ? ആ പോവാം. അല്ല അവള് സർപ്രൈസ് ആവുമോ? പിന്നെ അവള് ഉറപ്പുണ്ടോ? ബിക്കോസ് ഐ ഡിഡ് നോ എനി ഓഫ് ദ ബാക്ക് സ്റ്റോറി. എനിക്കറിയാം മൈക്കിൾ ജാക്സൺ അറിയാം. മൈക്കിൾ ജാക്സൺ ഭയങ്കര ഡാൻസർ, എവറിത്തിങ് ഐ നോ. പക്ഷെ ബാക്ക് സ്റ്റോറി അറിയാത്തതുകൊണ്ട് when I watched the movie എനിക്ക് ഐ അണ്ടർസ്റ്റാൻഡ് ദ കണക്ടിങ് ഫാക്ടർ. അത് എല്ലാവർക്കും ഒരു സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവർക്കും അവരുടേതായ ഒപ്പീനിയൻ ഉണ്ട്.
അങ്ങനെ വലിയതല്ല, അയാള് വലിയതല്ല എന്നൊക്കെ ഞാൻ പറയണ കേട്ട്. ഹൊററായിട്ടുള്ള സോങ് ഇല്ലേ, അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഏത് ഹൊറർ ത്രില്ലറൊക്കെ? ഞാൻ ആദ്യമായിട്ട്. ഓ പിന്നെ അതൊക്കെ കട്ട ഫേമസ് അല്ല. അതുകൊണ്ട് ഞാൻ അറിയാത്ത ആ MTV കേസും കറക്റ്റാ. He's the very first ഞാൻ ഇതൊക്കെ black artist to feature in MTV. ഓന് കുട്ടിയായ സമയത്ത് സ്റ്റുഡിയോയിൽ പാട്ടോടാൻ പോയി. ആ. മറ്റേ scene. ആ. ഇഷ്ടമായി. എനിക്ക് ആ ബീറ്റിട്ട് അവര് കോറിയോഗ്രാഫി ചെയ്യുന്ന സാധനമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി ആ നമുക്ക് സാധനം ടെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ പടം. അല്ല നോൺ ഫാൻസിനും ഫാൻസ് ആയി. ദാറ്റ്സ് ദ ഹോൾ പോയിന്റ് ഓഫ് ദാറ്റ് പടം. ബിക്കോസ് അത്രയ്ക്കും കളക്ഷൻസ് ഉണ്ട്. ഇപ്പോഴത്തെ ഒരു ജെൻസി ജെന്നാൽഫ വൈബ് ചെറുക്കന്മാരും പിള്ളേരും കൈൻഡ് ഓഫ് ലൈക്ക് ദ മ്യൂസിക് ആൻഡ് സ്റ്റഫ്. പക്ഷെ അവരുടെ ഹിസ്റ്ററി അണ്ടർസ്റ്റാൻഡ്, ആ ഒരു ട്രാജക്ടറി മനസ്സിലാവും. അത് നമ്മൾ ആ കാലഘട്ടത്തിൽ ഇത് ഫോളോ ചെയ്ത ആൾക്കാർക്ക് അറിയാം. അവർക്ക് നല്ലോണം ക്ലിക്ക് ആവും. സോ ദി അതർ വൺസ് വർ വാച്ചിങ് ഇറ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ടൈം. എനിക്ക് എങ്ങനെ കണക്ട് ആയി? 2000 അല്ലേ? അതിന് മൈക്കിൾ ജാക്സൺ ഇഷ്ടമാണ്. മൈക്കിൾ ജാക്സൺ കണക്ട് ആവണതിന് പുള്ളിയുടെ ജീവിതം കാണണമെന്നില്ലല്ലോ, ഇപ്പോഴത്തെ ആൾക്കാർ കാണണ്ടേ. You knew the story. No, we went for the music, to be honest. നമുക്കെല്ലാം അറിയാം. ഞാൻ ഈ പുള്ളിയുടെ പടം ഇറങ്ങുന്നതിന് പോരാ. രേണു സുധിയെ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ കണ്ടത്. നീ എങ്ങനെയുണ്ട്? നോക്കിയപ്പോ കണ്ടിട്ട് എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കടാ. സത്യം പറടാ. എനിക്ക് അത്ര ക്ഷാമമൊന്നും ഇല്ല. ഓ അങ്ങനെ എന്താ തക്കായിരുന്നത്. പക്ഷെ അത് ഭയങ്കര ഡീസന്റ്. എന്ത് അല്ല കുറച്ച് സമയം എടുക്കും തൊട്ടിയിലോട്ട് ആവാനായിരുന്നു. A few minutes later. ഗായ്സ്, നൊമാഡിയൻ എനിക്കൊരു വാച്ച് തന്നിരിക്കുന്നു. ഗായ്സ്, ഞാൻ അത് വീഡിയോ എടുത്തില്ല, അവൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതായത് ഇത് നമ്മുടെ ടൊർണാഡോ സീരീസിലെ അരിസ്റ്റോക്രാറ്റ് എന്ന് പറയുന്ന മോഡലിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സാധനമാണ് കേട്ടോ. അളിയാ താങ്ക്സ്. അളിയാ താങ്ക്സ്. ഇതെങ്ങനെ എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണോ നീ? ഞാൻ ഇത് വാങ്ങിക്കാൻ വേണ്ടി വെച്ചിരുന്ന സാധനമാണത്. കൊള്ള കേട്ടാ ഗൈസ്. അവന്റെ ഇതിൽ വരുന്നുണ്ട്, അത് ഞാൻ സർപ്രൈസ് ആവുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കൊള്ള കിട്ടില്ല വാച്ച് കിട്ടില്ല. ബാക്ക്ഗ്രൗണ്ടിൽ B60 ഒക്കെ കാണാണ് റിഫ്ലക്ഷനിൽ. സഫയർ ക്രിസ്റ്റലാണ് കേട്ടോ, അതാണ് ഇത്ര റിഫ്ലക്ഷൻ. നല്ല ഒരു ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു സിലിക്കോൺ സ്ട്രാപ്പും ബട്ടർഫ്ലൈ ഇതാണ് പറഞ്ഞത് ക്ലിപ്പ്. കിട്ടില്ല വാച്ച്, നല്ല രസമുണ്ട് ഇവിടെ ആയാലും. താങ്ക്സ് വൺസ് ഒക്കെ. എടാ നിന്റെ ടീഷർട്ടും ചക്ക വരട്ടിയതും പുള്ളിയുടെ വീട്ടിലുണ്ട്. ആ ചക്ക വറുത്തത് അത് തരും. ഞാൻ മറന്നുപോയി ആ എക്സൈറ്റ്മെന്റ്. നിന്നെ കാണാൻ വരണതിന്റെ എക്സൈറ്റ്മെന്റിൽ ഞാൻ മറന്നുപോടാ. അങ്ങനെയല്ലേ ബന്ധം വന്നത്. പുള്ളി അതേപോലെ തന്നെ തിരിച്ച് ആ വഴി തന്നെ തിരിച്ചു പോയി കൊടുത്താൽ മതി. അപ്പൊ അതൊന്ന് സെറ്റ് ചെയ്തോളാം. ഓക്കെ ഗൈസ്, നല്ലൊരു സന്ധ്യ, സായാഹ്ന സന്ധ്യയിൽ നമ്മൾ ചെഗുവരെയായിട്ടുള്ള ഇന്റർവ്യൂ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളത് B60ലാണ്. B60ൽ പുതിയൊരു ബർഗർ ലോഞ്ച് ആയിട്ടുണ്ട്. വേറൊന്നും അല്ല, ഇക്ലി. തമാശ ഒന്ന് പോടേ. ലോക്കൽസിന് ഇഷ്ടപ്പെടാ. വേറൊന്നുമല്ല, B60ൽ ഇതുവരെ കാണാത്ത ഒരു ബർഗർ. അത് നൊമാഡിന്റെ പേജിലൂടെ കിച്ചണിൽ കയറി കണ്ടാണ്. അതായത് വേറൊരു സാധനം പറഞ്ഞേ, സർപ്രൈസ്. ഇവർക്കെല്ലാം കൊടുത്തോ? ജാസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആണോ? അതെന്തായിരിക്കും കാറായിരിക്കും, അല്ല നിസാൻ കിക്കാറായിരിക്കും. അപ്പൊ എനിക്ക് എന്ത് പോക്കിമാൻ എനിക്ക് എന്തായിരിക്കും അല്ല അതൊക്കെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നുമാഡിയന്റെ വീട് ഷൂ കളക്ഷനൊക്കെ നേരത്തെ കളച്ച് തരാണ്. ഓ ഇതെന്താ അത്? ഓ ഞാൻ വേറെന്തിനാണ് കേട്ടത്. ഇതെന്താ ചുമന്ന ലൈറ്റ് ഒക്കെ? ഹായ് ബ്രോ. ആ നമ്മളെവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെ? ആ യെസ് ലൈറ്റ് ഒന്നും ഇടൂലേ? ആ സന്തോഷം. രേഷ്മ ഉറങ്ങിയായിരുന്ന? രേഷ്മ രാത്രി ആയില്ല രേഷ്മ. ഇതാണ് നൊമാഡിയന്റെ ഘർ. നല്ല മിറർ, എൻ്റെ ഷൂ കളക്ഷൻ, ആക്രി കച്ചവടം, രേഷ്മ ഉറങ്ങിയിരിക്കുന്ന രേഷ്മ, കുറുവിയിരിക്കുന്ന രേഷ്മ. അയ്യോ അങ്ങനെ നൊമാഡിയൻ കാ ഘർ ആ ഗയാ. ഓ ശരിയടാ. ഹായ് ലൂഫിയും സോറോയും. ഹൈ കൺട്രോളറും ഉള്ള ടി വി സെറ്റപ്പ് ഒക്കെ ഉണ്ടോ ഗൈസ്? എന്താ അക്വേറിയം, കഴിവാറുണ്ടോ, കാറ്,
പിന്നെയും ലൂഫി. ഈ വൺ പീസ് കാണാത്തവൻ ലൂഫി കളക്ട് ചെയ്യുന്നതിന്റെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മേടിച്ചാ, നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞോണ്ട്. അത് ശരി. ഇതുണ്ടല്ലോ പോർഷൻ. ആ ഇത് കൊള്ളല്ലോ. എന്തുണ്ട് വിശേഷം? മെഡലുകൾ ഈ രാത്രി ഉറങ്ങൂല അപ്പം? ഇത്രയും നാൾ നിന്റെ വിഷമം അതല്ലായിരുന്ന? ഇത് സ്റ്റാൻഡ് ബൈ എയറോപ്ലെയിൻ മോഡെന്നൊക്കെ. ആ രാവിലെ പോണം, അധ്വാനിക്കുന്നു. അത് ശരി. സൂപ്പർമാൻ അത് പോവും. ഈ സോക്സ് ഒളിച്ചോടും, ശ്രദ്ധിച്ചിട്ടില്ലേ? അത് എങ്ങോട്ടാണ് പോണേന്ന് പറഞ്ഞു. ഇനി വല്ല വാഷിംഗ് മെഷീൻ്റെ ആ സൈഡിൽ കൂടെ എവിടെയെങ്കിലും പോണേ കാണാതെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സോക്സ് എന്ന് പറഞ്ഞ സാധനം ഒരു പേര് കിട്ടൂല. എവിടെയെങ്കിലും പോവും. അത് കാശിക്കോ രാമേശ്വരത്തരുതോ എവിടെയെങ്കിലും പോകും. അപ്പം ബാക്കിയുള്ളവരും ഓൺ ദ വേ ആണ്. അവര് വരട്ടെ. അത് മെയിൻ ആൾക്കാരെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലേ തന്നെ രേഷ്മ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാല് കണ്ണും തിരുപ്പിക്കൊണ്ടിരുന്നേനെ ഇവിടെ. നിന്റെ സെയിം വണ്ടി അല്ല, നിന്റെ സെയിം വണ്ടി ഉണ്ടായിരുന്നു. രേഷ്മ ഉറങ്ങിയിരുന്നത് ഗൈസ്. മൈക്കിൾ പീതാംബരൻ. ഇതെന്തോന്നാ പാസ്റ്റർ ഡാൻസാ? ചവിട്ടി ചവിട്ടി അയ്യോ ചവിട്ട് നാടകം. അയ്യോ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് കാണിച്ചു. വീഡിയോ എടുക്കുന്ന വീഡിയോ ലാലേട്ടൻ MJ. തലപ്പത്തി വിജയം എടുക്കണം. മൈക്കിൾ തങ്കപ്പൻ. എന്തോ എന്തോ ചൂണ്ട അപ്പൊ നമ്മാടിയാ ഇനിയും നമ്മൾ അൽഷസാമിൽ പൊളിക്കുന്നതായിരിക്കും. അപ്പൊ സുബിനോട് മറ്റേ കണ്ടന്റ് നിങ്ങളുടെ ബ്ലോഗ് പൂട്ടി കിട്ടും. അതെന്തിനാ കൂട്ടുന്നത്? പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഇഷ്ടമായി എന്റെ കോണ്ടന്റ്. കണ്ടിട്ട് പോലും കാണുന്നില്ല. ആര് പറഞ്ഞു? ഞാൻ കണ്ടത് ഒരു കണ്ടന്റ് പറഞ്ഞു. ഒരു കണ്ടന്റ് പറഞ്ഞു. മറ്റേ ഫുഡ് കഴിക്കുന്നത്. ഇവരാ മറ്റേ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊരു സ്ഥലത്ത് പോയല്ലേ, അത് ഇഷ്ടപ്പെട്ടു. ഞാൻ അതേ കണ്ടിട്ടുള്ളൂ. എല്ലാ വീഡിയോയിലും ഫ്രണ്ട്സാ അല്ല ചെയ്യുന്നില്ല. അങ്ങനെ അത് ഞാൻ കണ്ടില്ല. ഒരെണ്ണം കണ്ടു. ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടാ പോലെ നീ പറഞ്ഞില്ലേ? ഓക്കെ ബാ, നീ തൊട്ട് ജോലി ചെയ്ത് തുടങ്ങിക്കോടി. സ്റ്റാൻഡ് ബൈ ഒക്കെ കഴിഞ്ഞ് ക്യൂട്ട് ചെരുപ്പ് എവിടെ മറ്റേ നമ്മുടെ ബോബി ബ്രൈൻസ്. ഓ പൊളി, സൂപ്പർ ബോബി. ഗൈസ് അങ്ങനെ നമ്മൾ പോവുകയാണ്. ഇനി നാളെയും ചിലപ്പോൾ ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ അൽഷസാം വിൽ ബി കമ്മിങ് ബാക്ക്. ഇന്നിനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് വീഡിയോ എടുത്തേ. തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഓക്കെ. ഗൈസ് ഇത് കഴിക്കാനാണ് നമ്മൾ വന്നത്. ഇത് ഗോട്ട് വെസ്റ്റ് W. ഇപ്പം അവിടെ മൂലയിൽ 2 ദിറത്തിന് ഐസ്ക്രീം കിട്ടാം. ഇതാണ്
ഫിഷ് മാർക്കറ്റ്സ്. നമ്മൾ ചന്തയിൽ വന്നിരിക്കുകയാണ്. മീൻ മാർക്കറ്റ്. നല്ല മീനിന്റെ മണം. ലെഫ്റ്റും റൈറ്റും എന്നൊക്കെ പറയാം. ഓ, ഇതാണ് മാർക്കറ്റ് അല്ലേ? എന്റെ ഒന്നാളിയ മീൻ മാർക്കറ്റ് ഇതാണ്. ഇല്ല, ഞാൻ ഈ മോഡേൺ ഫിഷ് മാർക്കറ്റ് കണ്ടിട്ടേ പോലും ഇല്ല. ഇതാണ് ചന്ത. ഓ, എന്റെ ഒന്നാളിയ. ഓ മൈ ഗോഡ്. അയ്യോ അയ്യോ എന്റെ അമ്മ. ഓ, എന്റെ പൊന്നു മക്കളെ, നല്ല ഊക്കൻ ചന്ത. പക്ഷെ മാസ്ക് വെക്കണം, മുടിഞ്ഞ മണം. ഓ, എന്റെ മൂക്ക് തുറന്നു. എത്തി ഗൈസ്, എത്തി. ഗോട്ട്. നമ്മൾ നേരെ ഗോട്ടും തേടി നടക്കുകയാണ്. വിജയുടെ ഗോട്ടല്ല, ഇത് വേറെ ഗോട്ട. അടച്ചെന്ന് മാത്രം പറയല്ലേ. എടാ, അവിടെ ഒന്നും ആരെയും കാണാനില്ലടേ. ഇത്ര വട്ടം അടച്ചാ? നമ്മൾ തേഞ്ഞു ഗൈസ്. അത് അടച്ചടേ. അത് എന്തൊരു കൂതറ പരിപാടി കാണിച്ചേ. ഓ ഉണ്ടാണോ? ഓ, ഓപ്പൺ. അങ്ങനെ നമ്മളൊരു ഫിഷ് ബർഗർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. കടയുടെ പേര് ഗോട്ട്. എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ ഫ്രണ്ടിൽ തന്നെ. നേരെ ഫ്രണ്ടിൽ വാട്ടറും അതിന്റെ ഫ്രണ്ടിൽ നമ്മളും. ഇതേ കണ്ടില്ലേ, മനോഹരമായ വാട്ടർ ഫ്രണ്ട്. അയ്യവാ, പറന്ന് കിടക്കുന്ന ഫ്ലൈറ്റ്. നല്ല ഏരിയ കേട്ടാ. ഓ, ഇവിടേക്ക് ഒന്ന് ഫോട്ടോ എടുക്കാൻ പൊളിയായിരുന്നു. കിടിലം വൈബ് ഗൈസ്. അങ്ങനെ ഫിഷ് ബർഗർ വന്നിരിക്കുകയാണ് ഗൈസ്. ഇതാണ് സാധനം. ഇത് പിഴിയണം, എന്നിട്ട് വേണം കഴിക്കേണ്ട. നല്ല ചൂടാണ് കേട്ടോ. ഇതെടുത്ത് വായിട്ട് കഴിഞ്ഞപ്പോ ഇതെല്ലാം കൂടെ പൊള്ളും. നല്ല ചൂടാണ് കേട്ടോ. ഓ, ഗ്ലൗസ് ഒക്കെ തന്നിട്ടുണ്ട്. ഗ്ലൗസ് എന്തോന്ന്? സീസണിങ്. ഓ, ഇത് മറ്റേത് ടിഷ്യൂ, വെറ്റ് ടിഷ്യൂ. പിന്നെ ടൊമാറ്റോ സോസ്, ഗ്ലൗസ്. ഗ്ലൗസ് അത് വേണ്ടായിരുന്നു. വഴി. ഹായ് ഹസ്ന. അതാരി അത് നിങ്ങളുടെ വീഡിയോയില് ഹസ്ന. So she says, ഇപ്പൊ ഷസാമിന്റെ വീഡിയോയില് നീ ഉള്ളോണ്ട് ഞാൻ എല്ലാ വീഡിയോ കാണുന്നുണ്ട്. ഹായ് ഹസ്ന. ഹസ്നക്ക് ഒരു ഷോട്ട് ഔട്ട്. അയ്യോ, ഞാൻ ബർഗർ, ഫിഷ് ബർഗർ. അടിപൊളിയാ. ഫിഷ് ബാറ്റർ ഫ്രൈഡ്, പിന്നെന്താ സോസ്. വെരി ഗുഡ്. വെരി ഗുഡ്. ഇതൊക്കെയോ പിഴിയല്ല നാരങ്ങ. Very soft. It is subtle. I think this is good. കിട്ടില്ല. സൂപ്പർ സാധനം അല്ലേ? നല്ല ക്രിസ്പി ഫിലം. ഭയങ്കര മീനിന്റെ ചോയൊന്നും ഇല്ല. ലൈറ്റ് മൈൽഡ് ഫ്ലേവറാ. നല്ല കോൾസ്ലോയും നല്ല ഫില്. കിടില. പക്ഷെ ഫിഷിന്റെ ടേസ്റ്റ് വരുന്നില്ല. ഇല്ല, ഫിഷിന്റെ ടേസ്റ്റ് വരുന്നില്ല. അതൊരു നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലതാണ്. നമുക്ക് ഓക്കെയാണ്. ഫിഷ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലതല്ല. ബട്ട് ഭയങ്കര യമ്മി. പക്ഷെ ഫിഷിന്റെ പാറ്റി, ബർഗർ പാറ്റി is like this only, no? Fish and chips. McDonald's ന്റെ fish burger. എനിക്കത് ഇഷ്ടമല്ല. That is frozen, this is fresh. കിടില ടേസ്റ്റ്. It is very artificial taste. ഒരു രക്ഷയില്ല. ഫിഷ് ഓഫ് ഫില്ലേ. യമ്മി. ഗൈസ്, ഇപ്പൊ കിട്ടിയ വാർത്ത, ഒരു ബർഗറിന് 60 ദിർഹമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 B60 ഫാൻസ് കഴിക്കാം. പക്ഷെ ഇത് ഫിഷാണ്. അത് വേറെ ഫിഷാണ്. പക്ഷെ ആ ഒരു പൈസ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. 60 ദിർഹംസ് കൊടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ തീരുമാനമാണ്. സാധനം ഒരു രക്ഷയില്ല. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ട്രൈ ചെയ്യാം. വൺ ടൈം. ഒരു ഫിഷ് ഉള്ള ആൾക്കാരില്ല, അവർക്ക് ബട്ട് ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ഗൈസ്. ഇവിടെ ഫിഷ് മാർക്കറ്റ് മാത്രമല്ല, ഇവിടെ ഫ്രൂട്ട്സ് മാർക്കറ്റും ഉണ്ട്. എൻ്റെ പൊന്നോ, ഈ ലോകത്തുള്ള എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇവിടെ കിട്ടും. ഏതാ പ്ലാന്റ്സും കിട്ടും. അടിപൊളി സെറ്റപ്പ്. ഈ ചാല തന്നെ തിരുവനന്തപുരത്ത്, പക്ഷെ കുറച്ച് അടിപൊളി ചാല. കൊച്ചു കുട്ടികളെ പോലെ 2 ദിർഹത്തിന്റെ 100 ഗ്രാം സോഫ്റ്റ് കഴിക്കാൻ നിൽക്കുന്ന ലൈൻ കട്ട്. ഓ, ഇതിങ്ങനെ മിക്സ് ചെയ്യാം. ഓ, ഇത് സോഫ്റ്റ് പോലും എടുക്കാൻ ഇറങ്ങൂടാ. ഞാൻ ഒരു അറബിക്കോ കോഫി എടുത്തോട്ടെ. 2 ദിർഹം ഉള്ളൂ കേട്ടോ. ആക്ച്വലി വെരി നൈസ്. നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് എടുക്കാം. 2 ദിർഹം, only 2 ദിർഹംസ്. മാംഗോ അൽഫോൺസോ, സ്ട്രോബെറി ചീസ് കേക്ക്,
പ്രീമിയം വാനില, റിച്ച് ചോക്ലേറ്റ്, അറബിക് കോഫി. ഇത്രയും ഫ്ലേവർ ഉണ്ട്. 4 ദറോ ഇത്ര വെരി ചീപ്പ് ബ്രോ. പ്രസന്റ്ലി ദുബായിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന സാധനം ഈ ഐസ്ക്രീമാണ്. Now we them a follow.